തൃഷയും വിജയും തമ്മിൽ എന്താണ് ബന്ധം? അവർ തമ്മിൽ ഒന്നിച്ച് ഭരിക്കുമോ? വിജയ് ഇപ്പോൾ കംപ്ലീറ്റ്ലി സിനിമകൾ ഒക്കെ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് എൻട്രിയാണ് നമ്മളിപ്പോൾ കണ്ടത്. സിനിമയെ വരുന്ന ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലത്തെ ഒരു മാസ് എൻട്രിയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയത്. നമസ്കാരം. ഇപ്പോൾ ഇന്ത്യ മൊത്തം ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സിനിമയെ, അതായത് തമിഴ്നാട്ടിൽ സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സോ അല്ലെങ്കിൽ തൃഷയും വിജയും തമ്മിൽ എന്താണ് ബന്ധം? അവർ തമ്മിൽ ഒന്നിച്ച് ഭരിക്കുമോ എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വിജയ് ഇപ്പോൾ കംപ്ലീറ്റ്ലി സിനിമകൾ ഒക്കെ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് എൻട്രിയാണ് നമ്മളിപ്പോൾ കണ്ടത്. കാരണം അദ്ദേഹം ഒരുപാട് വോട്ടുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ഭൂരിപക്ഷത്തിൽ സീറ്റുകളൊക്കെ നേടി അദ്ദേഹം ഇപ്പോൾ വലിയൊരു സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലത്തെ ഒരു മാസ് എൻട്രിയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയത്. ഇനി തൃഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തൃഷ ഇപ്പോഴും സിനിമയിൽ തന്നെ സജീവമാണ്. ഇനിയിപ്പോൾ കറുപ്പ് എന്ന് പറയുന്ന സിനിമകൾക്ക് ഇനി വരുന്നുണ്ട്. അപ്പോൾ തൃഷ ഇപ്പോഴും സിനിമയിൽ തന്നെ സജീവമാണ്. അതുകൊണ്ട് ഈ ഫാൻസുകാർ പറയുന്ന പോലെ അല്ലെങ്കിൽ പല തിയറീസും പറയുന്ന പോലെ തൃഷയും വിജയും ഒന്നിച്ച് ഭരിക്കും, അതൊക്കെ ജസ്റ്റ് ഒരു ഫാൻ തിയറി മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ഇമാജിനേഷനാണ്. അത് ഇപ്പോൾ വിജയും തൃഷയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പോലും അവർ ഒഫീഷ്യലി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറയാത്തതുകൊണ്ട് നമുക്ക് ഒരു കറക്റ്റ് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ഒഫീഷ്യലി കൺഫർമേഷൻ ഇല്ലാത്തൊരു കാര്യം നമുക്കൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് നിന്നോ അല്ലെങ്കിൽ നമുക്ക് എവിടെയും ഒരു പബ്ലിക് വീഡിയോൻ്റെ അടിയിലോ കമൻറ്റ് ചെയ്യാൻ പാടുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അത് ഒരാളുടെ ഒരു ഫോൾസ് അലിഗേഷനാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ അതുപോലെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിജയുടെ അദ്ദേഹത്തിൻ്റെ മുൻപ്, അതായത് ഇപ്പോൾ തലൈവ തൊട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം, അതായത് അദ്ദേഹം ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അദ്ദേഹം രക്ഷകൻ ടൈപ്പാണ് എല്ലാ സിനിമകളും ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരുമാതിരി പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് ഈ റിസൾട്ട് വന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത്. കാരണം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായ പ്ലാനായിരുന്നു. കാരണം 10 വർഷം മുന്നേ തന്നെ അദ്ദേഹം ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചെയ്തത്. ഇപ്പോൾ ആൾക്കാർക്കിടയിൽ, അതായത് പൊളിറ്റിക്സ് സംസാരിക്കുമ്പോഴും സിനിമയിലൂടെ ആൾക്കാരിലേക്ക് എങ്ങനെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു മീഡിയ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ സിനിമ എന്നുള്ളത്. അതിൽ അദ്ദേഹം ഭയങ്കര രീതി വിജയിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്ന സിനിമയാണ്. പക്ഷേ അതിനെ വെല്ലുന്ന ക്ലൈമാക്സ് ആണ് ഇപ്പോൾ റിയൽ ലൈഫിൽ നടന്നത്. കാരണം സർക്കാർ സിനിമയ്ക്ക് ഇപ്പോൾ റിലീസ് ആവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടും. കാരണം അതിലെ ഓരോ ഡയലോഗും അദ്ദേഹം പറയുന്ന ഓരോ ഡയലോഗും ഇന്ന് വാട്സപ്പ് സ്റ്റാറ്റസിൽ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തമിഴ്നാട് രാഷ്ട്രീയം സിനിമയും തമ്മിൽ വലിയ ഒരു ബന്ധമൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം തമിഴ്നാട് രാഷ്ട്രീയ സിനിമയും ശരിക്കും പറഞ്ഞാൽ ഒരുപോലെയാണ്. കാരണം ഒരു ഭയങ്കര രീതിയിലുള്ള മാസ് എൻട്രികളും മാസ് സീൻസൊക്കെയാണ് നമുക്കിപ്പോൾ റിയൽ ലൈഫിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃഷ വിജയ് ബന്ധം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാൻസിൻ്റെ ഒരു ഇമാജിനേഷനാണ്, അല്ലെങ്കിൽ അത് ഒരു ഫാൻ തിയറി മാത്രമാണ്. അതൊരിക്കലും നമുക്ക് അവരൊന്നിച്ച് ഭരിക്കും എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് ഒഫീഷ്യലി വരാത്തൊരു കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?